ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ട്, അതിന്റെ കാരണം എന്തെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. പക്ഷേ ഇത് സെപ്റ്റംബർ മാസമാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം നമ്മൾ ഈ ടെക്നോളജിയും മൊബൈലുകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ടൊരു മാസമാണ്. അതിന് കാരണം എന്തെന്നാൽ നമ്മുടെ ആപ്പിളിന്റെ പുതിയ പ്രോഡക്ട്സ് ഒക്കെ വർഷത്തിൽ ഒന്നേ ലോഞ്ച് ചെയ്യാറുള്ളൂ. അത് നമ്മുടെ സെപ്റ്റംബർ മാസത്തിലാണ് ലോഞ്ച് ചെയ്യാറ്. അതുപോലെ ഇപ്രാവശ്യവും നമ്മുടെ ആപ്പിൾ കുറെ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ അവരുടെ മൊബൈൽ ഫോൺ, അതായത് ഐഫോൺ 16 സീരീസിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ നമുക്ക് റിവ്യൂലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഐഫോൺ 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ് എന്നീ 5 വേരിയന്റുകളാണ്. 5 അല്ലേ ആണല്ലോ. 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ, പ്രോ മാക്സ് അല്ല ഗൈസ്, 4 വരുന്നുള്ളൂ, 5 ഇല്ല കേട്ടോ. 5 മായിച്ചു തന്നേക്ക്. സോ ഈ 4 വേരിയന്റുകളുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐഫോൺ 16 നിന്ന് തുടങ്ങാം. 16 കുറേ കാര്യങ്ങൾ കൊട്ടിഘോഷിച്ചാണ് ഐഫോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പം ഐഫോൺ 16 ആദ്യം തന്നെ നമുക്ക് അതിന്റെ സോഫ്റ്റ്വെയർ നോക്കാം. സോഫ്റ്റ്വെയർ iOS 18 ആണ് സോഫ്റ്റ്വെയർ. നമുക്ക് അതിന്റെ iOS 18 ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാം അല്ലേ. അതായത് ഹോം സ്ക്രീനിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വെക്കാം. പിന്നെ മെനു ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാം, പിന്നെ ഫ്ലാഷിന്റെ ബീം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഐഫോൺ 18. പിന്നെ ഐഫോൺ 18 പോട്ടെ, iOS 18 വരുന്നത്. അപ്പം iOS 18 ആൻഡ്രോയിഡിൽ നേരത്തെ വന്ന കുറെ കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് അവരിപ്പം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഐഫോണിന്റെ ആ ഒരു, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫീച്ചർ പോലും, അല്ലെങ്കിൽ വളരെ കുഞ്ഞു ഫീച്ചർ പോലും, ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന ഫീച്ചർ ആവാം എല്ലാ ഫോണിലും ഉള്ളത്, അതുവരെ അവർ കൊട്ടിഘോഷിച്ചാണ് അവർ ഇറക്കുന്നത്. അപ്പം അതിലിപ്പം നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല, ഒന്നും ചെയ്യണ്ട, പോട്ടെ. അപ്പം iOS 18 ആണ് ഈ ഫോണുകളിലെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ആപ്പിൾ ഇന്റലിജൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഔട്ടർ ദ ബോക്സ് ആപ്പിൾ ഇന്റലിജൻസ് വരുന്നില്ല. ആപ്പിൾ ഇന്റലിജൻസിൽ പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വോയിസ് എൻഹാൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ എന്താ പറയാ, അതായത് അതിനനുസരിച്ച് ഫിൽട്ടർ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളെ ആദ്യം അറിയിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ സിസ്റ്റങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയിൽ, അതായത് ഇപ്പം സാംസങ് S24 അൾട്ര നമുക്കറിയാലോ, അതിനകത്ത് നമുക്ക് സർക്കിൾ ചെയ്ത് സെർച്ച് ചെയ്യാനുള്ള സംഭവം, പിന്നെ സർക്കിൾ ചെയ്ത് നമുക്ക് ഇറേസ് ചെയ്യാനുള്ള സംഭവം, ഇതൊക്കെ iOS 18 അതുപോലെ തന്നെ ആപ്പിൾ ഇന്റലിജൻസിൽ പെടുന്നതാണ്. പക്ഷേ ഈ ആപ്പിൾ ഇന്റലിജൻസിലെ ബേസിക് ഫീച്ചേഴ്സ് പോലും ഇൻ ബോക്സ്, അതായത് ബോക്സിൽ വരുന്ന ആ ഫോണിൽ വരുന്നില്ല. അതിന് ശേഷമുള്ള അപ്ഡേറ്റിൽ വരും എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ കുറെ പ്രോ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ അടുത്ത അപ്ഡേറ്റിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നിന്നൊക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, വരും, എന്നേലും വരും. ഓക്കെ, വരും, നമുക്ക് കാത്തിരിക്കാം. വരുമ്പോൾ അതിന്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്പ്ലേനെ പറ്റി നോക്കാം. ഡിസ്പ്ലേ പഴയതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അപ്പം റിഫ്രഷ് റേറ്റ് പണ്ടത്തെ പോലെ 60 ഹെർട്സ് ആണ് അതിന്റെ റിഫ്രഷ് റേറ്റിംഗ് വരുന്നത്. പിന്നെ വളരെ ബസൽസ് കുറഞ്ഞ ഡിസ്പ്ലേ ആണ്. വളരെ ബസൽസ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഐഫോണിന്, അല്ലെങ്കിൽ ഐഫോൺ റേഞ്ചിൽ വരുമ്പോൾ ബസൽസ് കുറഞ്ഞ ഡിസ്പ്ലേസ് ആണ്. പിന്നെ നോച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നും പറയാനില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു 15 ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതായത് ആ ട്രിപ്പിൾ ക്യാമറ വരുന്ന ആ ഒരു സിസ്റ്റം, അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് 2 ക്യാമറ ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിൽ നോക്കുമ്പോൾ 16 ആണ് എന്ന് മനസ്സിലാവും. പക്ഷെ അതേസമയം 16 പ്രോ മാക്സിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലായിരിക്കും വരിക. ഇനി കളർ വരുവാണെങ്കിൽ ടൈറ്റാനിയം ഒന്നും വരുന്നില്ല. പിങ്ക്, വൈറ്റ്, ബ്ലാക്ക്, അൾട്രാ മെറൈൻ, എന്തോ ടീൽ എന്ന് പറയുന്ന ഒരു കളർ കൂടി ഉണ്ട്. ടീൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ബ്ലൂവിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ കൂട്ടിയൊരു കളറുണ്ട്. ആ ഒരു രീതിയിലാണ് വരുന്നത് ഏകദേശം. പിന്നെ വെയിറ്റ് അധികം അങ്ങനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഐഫോണിന് ഈ 16 സീരീസ് ഇറക്കിയ സമയത്ത് അവരുടെ മെയിൻ സാധനമാണ് ക്യാപ്ചർ ബട്ടൺ. സോ ഈ ക്യാപ്ചർ ബട്ടൺ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കീ ഫോർ ക്യാപ്ചറിനെ അവർ പറയുന്നുള്ളൂ.
ക്യാപ്ചർ ബട്ടൺ എന്ന് അവർ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ക്യാപ്ചർ ബട്ടൺ എന്ന് പറയാത്തപ്പോൾ ഞാൻ ഇതിന്റെ ലൈവ് ഇവന്റിൽ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ഞെക്കാൻ പറ്റത്തില്ല, സെൻസർ പോലെ ആയിരിക്കും. പക്ഷെ നമുക്ക് റിയലൈസ് നമ്മുടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറുകളില്ലേ ഫോണിലെ, അത് നമുക്ക് പവർ സ്വിച്ചും ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്ന അതുപോലെയാണ് ഇത്. അതായത് നമുക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൽ ഡബിൾ ക്ലിക്കും സിംഗിൾ ക്ലിക്കും ഓരോത്തിനും ഓരോ യൂസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ A18 ചിപ്സെറ്റ് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട് ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചാർജ് ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല. ബിക്കോസ് എന്താ അവരിങ്ങനെ അധികം ഹൈലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി. സാധാരണ ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്, എവിടേക്കോ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ബോക്സിൽ നിന്ന് ഒരു സാധനം എടുത്തു, എന്താണെന്നറിയോ? ആപ്പിളിന്റെ ലോഗോ അല്ല, ലോഗോ സ്റ്റിക്കർ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ചാർജിങ് കേബിൾ കിട്ടും, യൂസർ മാനുവൽ കിട്ടും, ഫോൺ കിട്ടും, ഒരു കവർ കിട്ടും. ഇത്രയാണ് കവറിലുള്ളത്. ഓക്കെ, പിന്നെ A18 ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ ചാർജ് ബൂസ്റ്റർ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യമല്ല നല്ല സ്മൂത്ത് ഫോണാണ്. ഓക്കെ, ഞാൻ ഉപയോഗിച്ച് നോക്കി. ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തില്ല, ആപ്പിൾ സ്റ്റോറിൽ പോയിട്ടാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 16 പറ്റി പറയാനുള്ളത്. നമുക്ക് 16 പ്ലസിനെ പറ്റി നോക്കാം. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഐഫോൺ 16 പ്ലസ് ആണ്. 16 പ്ലസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു എക്സ്ട്രാ വേരിയന്റ് ആണ്. അപ്പം അടുത്ത അതിന്റെ 16നേക്കാൾ കുറച്ചുകൂടെ കൂടിയ വേരിയന്റ് ആണ്. പക്ഷെ അതിന് മാറ്റം എന്ന് പറയാനുള്ളത് അതിന് ഡിസ്പ്ലേ സൈസ് കുറച്ച് കൂടി. അതായത് ഡിസൈൻ വൈസ് സെയിം ആണ്, ബട്ട് ഡിസ്പ്ലേ സൈസ് കുറച്ച് കൂടി. ബസൽസ് പിന്നെയും കുറഞ്ഞു. 6.7 ഇഞ്ചസ് ആയി അതിന്റെ ഡിസ്പ്ലേ. അല്ലാതെ ഐഫോൺ 16 പോലെ തന്നെ 48 MB ഫ്യൂഷൻ ക്യാമറയാണ് വരുന്നത്. അത് 2 വരുന്നുള്ളൂ. പിന്നെ 2x ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. 12 MBയുടെ നല്ല അൾട്രാ വൈഡ് ക്യാമറയും ആണ് അതിൽ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഏകദേശം അതിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെല്ലാം 3 മണിക്കൂർ എങ്ങാണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അതൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് കറക്റ്റ് തിരിഞ്ഞു വരുന്നത്. A18 ചിപ്സെറ്റ്, ആപ്പിൾ ഇന്റലിജൻസ്, ഇതൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഓക്കെ, വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല. ഇനി ഐഫോൺ 16 പ്രോ വേരിയന്റിലോട്ട് നമുക്ക് കിടക്കാം. ഐഫോൺ 16 പ്രോ ആകുമ്പോൾ ഡിസ്പ്ലേ സൈസ് പ്ലസിനേക്കാളും കുറയും. ഐഫോൺ 16നേക്കാളും കൂടുതലാണ്, പക്ഷെ പ്ലസിനേക്കാളും കുറവാണ്. ആ ഒരു രീതിയിലാണ് ഐഫോൺ 16 പ്രോ ക്രമീകരിച്ചിരിക്കുന്നത്. 6.3 ഇഞ്ചസ് ആണ് അതിന്റെ ഡിസ്പ്ലേ സൈസ് വന്നിരിക്കുന്നത്. പിന്നെ 60 ഹെർട്സ് തന്നെയാണ് റിഫ്രഷ് റേറ്റും വരുന്നത്. അല്ലാതെ അതിലൊരു വ്യത്യാസമില്ല. അത് പ്രോ മാക്സിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവരുടെ വേറെന്താ ക്യാമറ വരുമ്പോൾ ഐഫോൺ 15 പോലെ തന്നെയാണ് അതിന്റെ ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം പ്രോയും പ്രോ മാക്സും ട്രിപ്പിൾ ക്യാമറയാണല്ലോ വരുന്നത്. പക്ഷെ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും ആ ഫോണിൽ നമുക്ക് പറയാനില്ല. അതായത് ക്യാമറയുടെ ഒരു ഡിസൈൻ വൈസ് കാര്യമായ ചേഞ്ച് ഒന്നും അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് വലിയ ഐഫോൺ 16 ആണ്, 16 അല്ലെങ്കിൽ 16 പ്ലസ് ആണ് നിങ്ങൾ മേടിക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. കാരണം അത് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ 16 ആണെന്ന് ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ അതിൽ വേറെ വ്യത്യാസം വരുന്നത് 48 MB ഫ്യൂഷൻ ക്യാമറയാണ്, പക്ഷെ 5xന്റെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 48 MBയുടെ തന്നെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ കളർ നോക്കുകയാണെങ്കിൽ ഡെസേർട്ട് ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം, ബ്ലാക്ക് ടൈറ്റാനിയം, അതുപോലെ തന്നെ നോർമൽ നാച്ചുറൽ ടൈറ്റാനിയം, ഇതാണ് കളർ വരുന്നത്. ഇനി നമുക്ക് പ്രോ മാക്സിലോട്ട് പോവുകയാണെങ്കിൽ ക്യാമറ എല്ലാം സെയിം ആണ്. ബസൽസ് ഭയങ്കര കുറവാണ്. 6.9 ഇഞ്ചസിന്റെ ബിഗ്ഗസ്റ്റ് ഐഫോൺ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഐഫോണിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. വേറെ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കളർ സെയിം ആണ്. ഡെസേർട്ട് ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം, പിന്നെ പിങ്ക് ഇല്ലല്ലോ അല്ലേ, ബ്ലാക്ക് ടൈറ്റാനിയം, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. വേറെ കാര്യമായിട്ട് ഒരു ചേഞ്ചും ഇല്ല. പിന്നെ 4K 120 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. വോയിസ് ഒക്കെ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് വന്നതുകൊണ്ട്. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് ഭയങ്കര കാര്യമായിട്ടുള്ള ആപ്പിൾ ഇന്റലിജൻസ് ഒന്നുമില്ല, ആപ്പിൾ AI ഒന്നുമില്ല. മനസ്സിലായല്ലോ? അത് പിന്നെ ഓഡിയോ ഒക്കെ ചിലപ്പോൾ എൻഹാൻസ് ചെയ്തേക്കാം. അത് ഫോണിന്റെ ഫീച്ചറാണ്, ആപ്പിൾ ഇന്റലിജൻസിന്റെ അല്ല. അപ്പം അത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഫോൺ എടുക്കുന്നതാണ് നല്ലത്. ഇനി എടുക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഐഫോൺ 16 അല്ലെങ്കിൽ 16 പ്ലസ് ആണ്, നോർമൽ ഐഫോൺ മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്. പിന്നെ കുറച്ചുകൂടെ വീഡിയോഗ്രാഫിയും സിനിമാറ്റിക് ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രോ മാക്സും എടുക്കാം, പ്രോയും എടുക്കാം. കാരണം അതിന് കുറച്ചുകൂടെ നല്ല കിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റും നമുക്കതിൽ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഐഫോണിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് വായിക്കാം. അറിയാലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പീനിയൻ.
സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.